Ladies and gentlemen, I'm Muhammad Labi. ഇന്ന് നമ്മൾ പറയാൻ വന്നത് കാൺട്ട് ഹേർട്ട് മീ, ഡേവിഡ് ഗോഗിൻസിൻ്റെ കാൺട്ട് ഹേർട്ട് മീ. മൂപ്പരെ വീഡിയോസ് ഇൻ്റർവ്യൂസൊക്കെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതായിരുന്നു മൂപ്പരോ ബയോഗ്രഫി വായിക്കണമെന്ന്. ആൻഡ് നമ്മൾ കേട്ടതിൽ നിന്നും കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കഥകളൊക്കെ ഇതിലുണ്ട്. മൂപ്പരെ ചൈൽഡ്ഹുഡ് നമ്മളൊരു ട്രാജിക് ഹോളിവുഡ് മൂവി പോലെ മൂപ്പരെ അച്ഛനെ കിട്ടിക്കണം ഒന്ന് പിടിച്ച് പൊട്ടിക്കാൻ ആർക്കാരും തോന്നും. അമ്മാതിരി സാധനമാണ്. പിന്നെ ഞാൻ മെയിനായിട്ട് വായിക്കാൻ കാരണം വെച്ചാൽ മൂപ്പരൊരു ഡെഡിക്കേഷനും മൂപ്പരൊരു ഡെയിലി ഹാബിറ്റ്സിന് 4 മണിക്ക് എണീച്ചിട്ട് ഓരോ 100 മൈലൊക്കെ ഓരോ ആഴ്ച ഓടുക. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഈ ഒരു മോട്ടിവേഷൻ ഇങ്ങനെ ലൈഫ് ലോങ് കീപ്പ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകുന്നു അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ കൊണ്ടാണ് ഇതെടുത്ത് വായിച്ചത്. അപ്പോൾ തന്നെ ഇയാൾ ചാപ്റ്റേഴ്സായി തിരിച്ച ഇയാൾ ലൈഫിലെ ഓരോ ഇവൻറ്റ്സ് പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ എന്ന് പറയുമ്പോൾ കുറച്ച് ബഹുമാനം കുറഞ്ഞുണ്ടല്ലോ. ഇയാളുടെ ലൈഫിൽ എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് അത് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്തതെന്നുള്ളൊരു ചലഞ്ച് രീതിയിലൊക്കെ ഉണ്ട്. അഫ്കോഴ്സ് ഇത് ബുക്ക് വെറുതെ വായിച്ച് പോയിട്ട് വലിയ കാര്യമില്ല. ഇതിലുള്ള ചലഞ്ചസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് ഒരു ബെറ്ററാണത്. ഞാൻ പറഞ്ഞു, ഞാനിത് മെയിനായിട്ട് വായിച്ചത് ഇയാളെ തുടക്കകാലത്തുള്ള ലൈഫ് സ്റ്റൈലും ചൈൽഡ്ഹുഡിലുള്ള ട്രോമസും ചൈൽഡ്ഹുഡിൽ അയാൾ നേരിട്ട കുറച്ച് ട്രോമ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പിന്നെ അതിനുശേഷം ഇയാളെ ലൈഫ് നമ്മളെ പോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് ചെയ്യണം എങ്ങനെയൊക്കെയോ നീങ്ങിപ്പോകുന്നു. ക്ലാസ്സിലും ശ്രദ്ധിക്കുന്നില്ല. ഈ ഒരു ക്ലാസ് എന്നല്ല, കംപ്ലീറ്റ് കരിയറുമായിട്ട് ഒന്നിലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നീങ്ങുന്ന ആൾ പിന്നെ എങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന ഗോഗിൻസിലേക്കായി എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ മെയിനായിട്ടുള്ള ഇത് വായിച്ചത്. ബട്ട് അത് ഞാനൊരു പ്രതീക്ഷിച്ച ട്രാൻസ്ഫോർമേഷനോ ഞാൻ വിചാരിച്ച വെച്ചാൽ പതിയെ ഈ ഇതുപോലെ അല്ല ഇതിൽ കണ്ടത്. പക്ഷേ ഇറ്റ് വാസ് ഓൾ ഓഫ് സഡൻ ആൻഡ് വൺ നൈറ്റ്. ഓൾ ഓഫ് സഡൻ എന്ന് പറഞ്ഞുകൂടാ, ഇത്രയും നമ്മൾ ഒരു ത്രഷോൾഡ് പോയിട്ടുണ്ടല്ലോ. നമ്മൾ ഇത്രയും ഒരു ചലഞ്ചസ് ഇത് നേടുമ്പോൾ ഇപ്പോൾ ടൈം എത്തുമ്പോൾ ഉള്ളൊരു സംഭവം. പക്ഷേ ഐ വാസ് ബീങ് ഹോണസ്റ്റ്, ഐ വാസ് ഡിസപ്പോയിൻറ്റഡ് ദാറ്റ് ഐ ഗെറ്റ്. ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചാൽ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എടുക്കാനുള്ള സാധനം കിട്ടും. പക്ഷേ ഓഫ്കോഴ്സ് ഇതിൽ ഒരുപാട് സാധനമുണ്ട്. പക്ഷേ ആ ട്രാൻസ്ഫോർമേഷൻ ഞാൻ വിചാരിച്ച എന്ന് വെച്ചാൽ ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് രാത്രി ആൾക്ക് ആകെ മടുക്കാണ്. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇങ്ങനെയാണെന്നിട്ട് അയാളൊരു കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് ഫുൾ ഷേവ് ചെയ്തിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി മിററും അയാളായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ തുടങ്ങുന്നത് പെട്ടെന്നൊരു ഓൾ ഓഫ് സഡൻ ഓഫ് വൺ നൈറ്റ് അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാനിപ്പം പറയുന്നത് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇയാളെ ചലഞ്ച് ഇയാൾ കൊണ്ടുവന്ന കുറച്ച് റൂൾസ്. ബട്ട് ഐ തിങ്ക് നമ്മുടെ ബെറ്ററാകാം. വൺ തിങ്, ബാഡ് കാർഡ്. അയാൾ ഫസ്റ്റ് ചാലഞ്ച് കാണിച്ച ഒരു ബാഡ് കാർഡ് എന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ അഫ്കോഴ്സ് സംവേർ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ആരോടും പറയാണ്ട് അല്ലെങ്കിൽ ആരോടും ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതെടുത്ത് പേപ്പറിൽ എഴുതുക. എന്നിട്ട് നമ്മുടെ എല്ലാ ഇതും പേപ്പറിൽ എഴുതിയിട്ട് നമ്മളത് ആദ്യം മനസ്സിലാക്കി ഇറ്റ്സ് അവർ ബാഡ് കാർഡ്. പിന്നെ ഉള്ളൊരു സാധനം അക്കൗണ്ടബിലിറ്റി മിററാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒരു മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതൊരു പേപ്പറിൽ എഴുതാനിട്ട് ഓരോ ദിവസവും അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കണം. പിന്നെ ഒരു സാധനം അൺകോമൺ എമംഗ് ദി അൺകോമൺ എന്ന് വെച്ചാൽ നമ്മൾ ഇയാളൊരു നേവി സീൽസിൽ സെലക്ട് ആയിട്ടും ബഡ്സിൻ്റെ അതിൽ തന്നെ അതിലുള്ള ട്രെയിനേഴ്സിൻ്റെയോ അതിലുള്ളതിലും ടോപ്പിലായി നിൽക്കുന്നൊരു അവസ്ഥ. എന്ന് വെച്ചാൽ ക്രീം ഓഫ് ദി ക്രീം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരിത്. അക്കോർഡിംഗ് ടു ഡേവിഡ് ഗോഗിൻസ് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടൊരു പോയിന്റ് എത്തൂലേ, അതുവരെ നമ്മുടെ ഒരു 40% ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്. ആൻഡ് നമ്മളെ ലൈഫിൻ്റെ ഓരോ ഇതും ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. പക്ഷേ ഇയാൾ 38 വയസ്സിലാണ് ഇയാൾക്ക് 38 വയസ്സില്ല 30കളിലാണ് ഇയാളെ ഹാർട്ടിന് ഹോളുണ്ട് ഇയാൾ കണ്ടെത്തുന്നത്. അപ്പോഴേക്ക് ഇയാൾ 160 കിലോമീറ്റേഴ്സ് ഓടുന്ന മാരത്തോണൊക്കെ 50ലേറെ
പങ്കെടുത്തിട്ട് അതിൽ വിജയിച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഹാർട്ടിന് ഹോൾ വെച്ച് ഇയാൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇയാൾ പറയുന്നുണ്ട് ദർ ഈസ് നോ ലിമിറ്റ് ടു ഹ്യൂമൻ മൈൻഡ് ആൻഡ് ഹ്യൂമൻ ബോഡി. ഇതൊക്കെ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ എന്താണ് അതിനനുസരിച്ചുള്ള. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈനുണ്ട്. I could not be defined by the abuse I was born into or the bullying that I grew up with. I wouldn't be defined by the talent either. I didn't have much or my own fears and weakness. പക്ഷേ നമ്മൾ നേരിട്ട ഒരു സാഹചര്യത്തിനെ കുറിച്ച് കൊണ്ടായിരിക്കും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളെ ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത് നമ്മൾ ചെയ്ത വർക്കുകളായിരിക്കണം. പിന്നെ I lived in fear and doubt, terrified of being nobody and contributing nothing. അപ്പോൾ ഡേവിഡ് ഗോഗിൻസിനെ മുന്നോട്ട് നയിച്ച വൺ ഓഫ് ദി ഇതാണ് എന്ന് വെച്ചാൽ നമ്മളിലും ഉണ്ടാവും അത്. ആരും ഒന്നും നേടിയാവാണ്ട് നമ്മളിങ്ങനെ ആയിത്തീരും എന്നുള്ളൊരു പേടി. അതിലൊരു സീനുണ്ട്. ഇയാൾ ഫസ്റ്റായിട്ട് ഒരു മാരത്തോൺ കംപ്ലീറ്റ് ചെയ്യാണ്, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ അവസാനമായിട്ട് അയാൾ ആകെ അടിപ്പ് എന്ന് വെച്ചാൽ ബോഡി കംപ്ലീറ്റ് കോംപ്രമൈസ് ചെയ്യും. പക്ഷേ എൻ്റെ ഭാര്യ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുക്കാറെന്ന് അയാൾ പറയുന്നുണ്ട് വേണ്ട, ഇവിടെ പോയാൽ അവൾ പെയിൻ കില്ലേഴ്സ് ഇടും. എന്ന് വെച്ചാൽ ഹീസ് കൺസിഡേഴ്സ് ആസ് പെയിൻ ഈസ് ഹിസ് റിവാർഡ്. ആൻഡ് ഡേവിഡ് ഗോഗിൻസിൻ്റെ ഒരു സക്സസ് ആയിട്ട് അയാളൊരു മാനദണ്ഡമാക്കി വെച്ചത് ഹിസ് ഗോൾ മീൻസ് ബീങ് ദ ഹാർഡസ്റ്റ് മദർഫക്കർ ഇൻ ദ വേൾഡ്. വേൾഡിൽ ഏറ്റവും ഹാർഡസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആവണമെന്നാണ് അയാളുടെ ലക്ഷ്യം. ആൻഡ് ഹീസ് ഡൂയിങ് ഫോർ ദാറ്റ്. ഓഫ്കോഴ്സ് ഒരിക്കലെങ്കിലും വായിക്കേണ്ട കിട്ടില്ല ബുക്കാണ്. ഞാനിത് വായിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ.